പരിശുദ്ധ അമ്മയുടെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ 3 നോയമ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഈ പ്രധാന ദിവസം എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ കൂടിയാണ്. വളരെ യാദൃച്ഛികമായിട്ടാണ് ദിവസങ്ങൾ ഒന്നിച്ചു വന്നത്. മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ഇന്ന് ലോക രോഗീ ദിനം കൂടിയാണ്. എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് ശാരീരികമായി, രോഗികളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ശാരീരികമായി രോഗങ്ങളോ അവശതകളോ ഒക്കെയുള്ളവരാണ്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അവരെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവൻ എന്ന നിലയിലുള്ള നമ്മുടെ അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനുമുള്ള ദിവസം. നമ്മുടെ മുത്തിയമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് 3 നോയമ്പ് ആഘോഷിക്കുക, ആചരിക്കുക. വളരെ വ്യത്യസ്തമായ ശൈലിയിലാണ് അത് നമ്മുടെ പാരമ്പര്യം എന്നത്. തനതായ ഒരു ശൈലി നമ്മുടെ കാരണവന്മാർ നമുക്കായി രൂപപ്പെടുത്തി തന്നിട്ടുണ്ട്. ലോകത്തിലൊരിടത്തും ഇല്ലാത്ത ചില ശൈലികളും ചില കർമ്മങ്ങളും, പ്രത്യേകിച്ച് കപ്പൽ പ്രദക്ഷിണം എന്നത് യൗനാൻ നിബിയായുടെ ജീവിതവുമായി പരിശുദ്ധ അമ്മയുടെ 3 നോയമ്പിനെ, മുത്തിയമ്മയുടെ 3 നോയമ്പിനെ വളരെ ഭംഗിയായി ബന്ധിപ്പിച്ച് അതൊരു പ്രദക്ഷിണത്തിലൂടെ അവതരിപ്പിക്കുകയും നമ്മൾ ചെയ്യുന്നു. എന്തിനാണ് നാം ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ പ്രധാന കാർമ്മികൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും, പ്രത്യേകിച്ച് തിരുനാൾ ആഘോഷങ്ങളുടെയും വിശുദ്ധ കുർബാനയുടെയും അർത്ഥം വ്യക്തമാകുന്ന വിധത്തിലുള്ള ഒരു പ്രാർത്ഥന ചൊല്ലി. യൗനാൻ നിവയെ സ്മരിച്ചതിന് ശേഷം ആ പ്രാർത്ഥന അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: അനുതാപ ചൈതന്യത്തോടെ ഈ പരിഹാര രഹസ്യങ്ങൾ, വിശുദ്ധ കുർബാന പരിഹാര രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും പാപമോചനം നേടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വ്യക്തിപരമായി നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്കുതകുന്നതെന്ന് നമുക്ക് അനുഭവവേദ്യമായതും നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചതും സഭ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളുടെ എല്ലാം ഉദ്ദേശം ഇതാണ്. പക്ഷേ നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുവാനും പകർന്നു നൽകുവാനും വേണ്ടിയാണ്. നമ്മുടെ ശക്തി പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ തിരുനാളുകൾക്കും അതിൻ്റേതായ വ്യത്യസ്തതകളുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ 3 നോയമ്പിൻ്റെ വ്യത്യസ്തത, അനന്യമായ വ്യത്യസ്തത നമുക്കുണ്ട്. അത് പുതിയ തലമുറയിലേക്ക് നമ്മുടെ വിശ്വാസത്തെ പകർന്നു നൽകുവാനുള്ള ഉചിതമായ ഒരു ശൈലി കൂടിയായി നമ്മുടെ കാരണവന്മാർ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തിരുനാൾ ആഘോഷങ്ങളുടെയും പ്രധാനമായ ഒരു ഉദ്ദേശം എന്നത് നമ്മുടെ വിശ്വാസത്തെ മറ്റു ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ, അവരെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുവാനും നമുക്ക് സാധിക്കണം. അത് മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. സുവിശേഷം പ്രഘോഷിക്കുന്ന വൈദികനും സുവിശേഷ പ്രഘോഷത്തിനായി മറ്റുള്ളവരിലേക്ക് എത്തുന്ന സന്യാസികളെയും കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി പറയാറുണ്ട്. പക്ഷെ ഓരോ ക്രൈസ്തവനും മിഷണറിയാണേ എന്നും വിശ്വാസ ചൈതന്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ളവരാണേ എന്നും ഉള്ള നമ്മുടെ കടമ മറക്കാതിരിക്കുവാൻ ഈ തിരുനാൾ ആഘോഷങ്ങൾ നമുക്ക് ഉപകരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് ഉതകണം എന്നും നാം പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ആധ്യാത്മികതകൾ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടെത്തിയ ഫരിസേയൻ്റേതുപോലെയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ആത്മപരിശോധനയ്ക്കുള്ള അവസരമാണ് ഓരോ തിരുനാൾ ആഘോഷവും നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് മുത്തിയമ്മയുടെ തിരുനാൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളിലൂടെ ദൈവസന്നിധിയിൽ പ്രീതികരമായി ജീവിതം നാം നയിക്കുന്നു എന്ന് സ്വയം ആശ്വസിച്ചു കഴിയുവാനോ, അതൊന്നും ചെയ്യുന്നില്ലാത്തവരെ
കുറ്റവാളികളായി വിധിക്കുവാനോ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനോ ഉള്ള പ്രവണത നമ്മിലുണ്ടെങ്കിൽ പുനഃപരിശോധിക്കപ്പെടേണ്ടതല്ലേ അത്? മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ, നമ്മുടെ സഹോദരങ്ങളുമായി നമുക്കുള്ള ബന്ധം എന്താണ് എന്ന് പരിശോധിക്കുവാൻ എന്ന് സഭാമാതാവ് വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദര ബന്ധങ്ങൾ, അയൽവക്ക ബന്ധങ്ങൾ ഒക്കെയും ഊട്ടിയുറപ്പിക്കുവാൻ കൂടി ഈ തിരുനാളാഘോഷം സഹായിക്കുന്നുവോ എന്ന്. ഓരോ കുർബാനയും നമ്മൾ ആരംഭിക്കുക അനുതാപത്തിൻ്റെ ചിന്തയോടുകൂടിയാണ്. സ്നേഹത്തോടെ, പരസ്പര സ്നേഹത്തോടെ ഈ ബലി അർപ്പിക്കാം എന്നുള്ള ചിന്തയോടുകൂടിയാണ്. എന്നിട്ട് ഈ ബലി ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ഇതൊക്കെ നമുക്ക് സാധ്യമാകട്ടെ എന്ന് വിശ്വസിക്കാം. നോയമ്പ് നോക്കുന്നതിലല്ല, വലിയ നോയമ്പിലേക്കുള്ള ഈ ഒരുക്കത്തിൻ്റെ 18-ാം ഇട നമ്മൾ പൂർത്തിയാക്കുന്നതിലുമല്ല, വലിയ നോയമ്പ് ഏറ്റവും ശുഷ്കാന്തിയോടെ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, അത് ചെയ്യേണ്ടതെന്നല്ല കേട്ടോ, ഇതെല്ലാം ചെയ്യണം. അതിലപ്പുറം ഇതൊക്കെ നമ്മുടെയും നമ്മുടെ അടുത്ത തലമുറയുടെയും ആത്മീയ ഉണർവിന് കർത്താവിങ്കലേക്ക് മാതാവിൻ്റെ കരം പിടിച്ച് നടക്കുവാൻ, പരിശുദ്ധ അമ്മയുടെ മുത്തിയമ്മയുടെ കരം പിടിച്ച് നടക്കുവാൻ നമ്മെയും നമ്മുടെ മക്കളെയും ശക്തമാക്കുന്നുവെങ്കിൽ ഈ തിരുനാളാഘോഷങ്ങൾ കൂടുതൽ അർത്ഥപൂർണമാകും. ഏവർക്കും ഈ അമ്മയുടെ മുത്തിയമ്മയുടെ അനുഗ്രഹത്താൽ ആധ്യാത്മികവും ഭൗതികമായ ജീവിതം ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ കുർബാന മധ്യേ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് ആത്മീയമോ ശാരീരികമായ രോഗാവസ്ഥയിലുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം.